സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ എപ്പിസോഡോടുകൂടി ഋഷിയുടെയും കെവിൻ്റെയും ഇസബല്ലയുടെയൊക്കെ എല്ലാ കള്ളത്തരങ്ങളും ഹരിയങ്ങൾ തന്നെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇസബല്ലയെ സിദ്ധാർത്ഥനും പ്രഭാവതിയും കൂടെ കൂടി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും പോലെ തന്നെ ഇറക്കി വിടുന്നുണ്ട്. ഈ വിവരം നന്ദന അറിയുന്നില്ല. സിദ്ധാർത്ഥൻ്റെയും ഈ പ്രഭാവതിയുടെ ഈ പെരുമാറ്റം ഇസബല്ലയ്ക്കാണെങ്കിൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്നിട്ട് ഇസബല്ല വീട്ടിലെത്തിയതും ഋഷിക്ക് വിളിക്കുന്നുണ്ട്. ഋഷി ഫോൺ എടുത്തിട്ട് എന്തായി ബല്ല, നീ ചന്ദ്രോത്ത് പോയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഋഷി, ഞാൻ ചന്ദ്രോത്ത് പോയി, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എന്നെ ആ സിദ്ധാർത്ഥനങ്ങളും പ്രഭാവതി ആൻറ്റിയും അവിടെ നിന്ന് അടിച്ചിറക്കും പോലെ ഇറക്കി വിട്ടു. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട്, അതെന്താ അവരങ്ങനെ ചെയ്ത? പ്രഭാവതിക്ക് നിന്നെ വലിയ ഇഷ്ടമായിരുന്നല്ലോ, നീ പറയണതെല്ലാം പ്രഭാവതി അംഗീകരിക്കാറുണ്ടായിരുന്നല്ലോ, അങ്ങനെയല്ലേ അന്ന് ആ പ്ലാന്റിന് അനുമതി കിട്ടിയെന്ന് ചോദിക്കുമ്പം അതെല്ലാം ശരിയാ, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചന്ദ്രോത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് പുറത്തുള്ളവരോടൊന്നും പറയാനും അവർ തയ്യാറല്ല. ഇനിയിപ്പോൾ ഞങ്ങളെങ്ങനെ നോക്കിയാലും നന്ദനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അപ്പം നമ്മളെല്ലാവരും കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായല്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. എന്തായാലും ഞാൻ അവസാന വട്ടം ഒരു കളിയും കൂടി കളിച്ചു നോക്കും, അതിൽ ഞാൻ വിജയിക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. എൻ്റെ അടുത്ത് പാപ്പൻ പറയണത് US തിരിച്ചു പോവാനാ, അതുപോലെ കെവിനും എന്നെ അത് പറഞ്ഞ് നിർബന്ധിക്കുക എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടാനാണ് നോക്കണേ, അപ്പോൾ ഞാൻ മാത്രം പെട്ടോട്ടെ എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പം അതല്ല ഋഷി, നിന്നെ മനഃപൂർവ്വം പെടുത്തണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല, പാപ്പനിപ്പോൾ ശരിക്കും പേടിയായിട്ടുണ്ട്. നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് നന്ദനെ തെളിവെടുപ്പിനായിട്ട് പോലീസ് കൊണ്ടുവരുന്ന സമയത്ത് ഋഷീനെ എവിടെ ഇട്ടാൽ കൊന്നതെന്നും അതുപോലെ ഋഷിയുടെ ബോഡി കുഴിച്ചിട്ടത് എവിടെയാണെന്നും കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ശരിക്കും നന്ദനെ അറിയില്ലല്ലോ ഋഷിയെ എവിടെയാണ് കുഴിച്ചിട്ടേക്കണേന്ന്. അതുകൊണ്ട് തന്നെ നന്ദന് പറയേണ്ടി വരും കെവിനെ അത് ചെയ്തതെന്ന്. അങ്ങനെ വരുമ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ പിന്നെ കെവിൻ്റെ നേരെയാവും. എന്തായാലും ബോഡി കാണിച്ചു കൊടുക്കാനൊന്നും കെവിന് പറ്റില്ലല്ലോ, അപ്പോൾ പിന്നെ കെവിൻ സത്യം പറയേണ്ടി വരും. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, നിങ്ങളെ കൂട്ടി ഓരോ പ്ലാൻ ചെയ്യാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ വിജയിച്ചേനെ, ഇതിപ്പോൾ നമ്മളെല്ലാവരും പരാജയപ്പെടുന്ന ലക്ഷണമാണല്ലോ കാണണേന്ന് പറയുമ്പം ബെല്ല പറയുന്നുണ്ട്, നീ അത്രയ്ക്ക് ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ഈ ഋഷി ഫോൺ വെച്ചതും ഋഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആരാ ഫോൺ ചെയ്തതെന്ന് നോക്കുമ്പം അത് വേറെ ഒരു അമ്മയെ ബെല്ലയെ വിളിച്ചതെന്ന് പറയുന്നു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഇനി എന്തിനാ ബെല്ല ഇങ്ങോട്ട് വിളിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ വഷളാക്കിയത് ബെല്ലയും കെവിനും ചേർന്നിട്ടാണ്, അവരെ അല്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എനിക്കറിയായിരുന്നു, സ്വന്തം സുഹൃത്തിനെ ചതിച്ചിട്ടല്ലേ അവർ നിൻ്റെ ഒപ്പം നിന്നത്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, ഇതങ്ങനെ ചതിയെന്നൊന്നും പറയാൻ പറ്റില്ല അമ്മേ, ഈ ഇസബല്ലയ്ക്ക് നന്ദനിലൊരു നോട്ടം ഉണ്ടായിരുന്നു, അതിപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, കോളേജ് കാലം തൊട്ടേ ഇസബല്ലയ്ക്ക് നന്ദനെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നന്ദന് ദേവികയോട് ഇഷ്ടം തോന്നിയതും ദേവികയെ വിവാഹം കഴിച്ചതും. അത് ഇസബല്ലയ്ക്ക് ഒട്ടും സഹിക്കണ്ടായില്ല. അതുകൊണ്ടാണ് ഇപ്പം നന്ദനെയും ദേവികയും അകറ്റിയിട്ട് നന്ദനെ സ്വന്തമാക്കണമെന്ന് ഇസബല്ല ആഗ്രഹിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഇസബല്ല എൻ്റെ പ്ലാനിനൊക്കെ കൂടെ നിന്നത്. നന്ദനൊരു കൊലപാതകയാണെന്നറിയുമ്പം ദേവിക നന്ദനെ ഉപേക്ഷിച്ച് പോകുന്ന ഇസബല്ല വിചാരിച്ചത്. പക്ഷേ ഇസബല്ല വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ടെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ. ചന്ദ്രോത്തുകാർ നേരത്തെ നമ്മളോട് കുറച്ച് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നീട് അവരെയും കൊണ്ട് നമുക്ക് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, നീ തകർക്കാൻ നോക്കിയത് ദേവികയുടെ ജീവിത. ദേവിക നിനക്കിപ്പോൾ പുതിയൊരു ജന്മം തന്നത് തന്നെ. നീ അനങ്ങാതെ കട്ടിലിൽ കിടന്നിരുന്ന സമയത്ത് ദേവിക നിന്നെ നല്ലോണം നോക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തനായത്. നീ തന്നെയാണ് ദേവികയോട് ഈ ദ്രോഹം ചെയ്തത്. അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, അതിന് നന്ദനും പ്രഭാവതിയും എന്നോട് ദ്രോഹമല്ല അമ്മ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിൽ പ്രഭാവതി നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അതിന് നമ്മൾ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറയാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ കെവിൻ്റെയും ഇസബല്ലയുടെയും വാക്ക് കേട്ടിട്ടല്ലേ എന്നെ അതിനെ അനുവദിക്കാതിരുന്നത്. അതും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനി നാളെ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കഴിയുമ്പം എന്തായാലും സത്യങ്ങൾ തെളിയും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്ന് നടത്തിയ അഭിനയത്തിന് അതൊക്കെ എന്താ പ്രാധാന്യമുള്ളതെന്ന്. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, നാളെ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കുമ്പോഴല്ലേ, അതിനു മുമ്പ് ഇസബല്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തും. മിക്കവാറും നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ ഇസബല്ല അനുവദിക്കില്ല. വേണമെങ്കിൽ നന്ദൻ
നന്ദനെ കൊന്നു കളയാനും ഇസബെല്ല മടിക്കില്ല. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഇസബെല്ല അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണോ? ഒരു മനുഷ്യനെ കൊല്ലാനൊന്നും ഒരു മടിയില്ല അവൾക്കെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് ഇസബെല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ തന്നെ സത്യങ്ങളെല്ലാം പ്രഭാവതിനെയും സിദ്ധാർത്ഥിനെയും അറിയിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് തന്നെ ആപത്ത് സംഭവിക്കാൻ പോണത്. അവർ രക്ഷപ്പെട്ടു പോകും. അവരൊക്കെ നല്ല ക്രിമിനൽ മൈൻഡുള്ളവരാ. അതുകൊണ്ട് നീ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുടുങ്ങാൻ പോണത് നീയായിരിക്കും, ജയിലിൽ പോകാൻ പോണത് നീയായിരിക്കും എന്ന് പറയുമ്പോൾ ഋഷിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവികേനെയും ശാരികേനെയാണ്. ശാരിക ദേവികയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി പോണില്ലേ സ്റ്റേഷനിലേക്കെന്ന് ചോദിക്കുമ്പം അതറിയില്ല, എന്തായാലും ചന്ദ്രോത്ത് ചെന്നതിന് ശേഷം തീരുമാനിക്കുള്ളൂ. ഞാനിപ്പോൾ തന്നെ ചന്ദ്രോത്തേക്ക് പോകാമെന്നും പറഞ്ഞ് ദേവിക ഇറങ്ങാൻ നേരത്ത് മാധവൻ വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇത് വേണോ, നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ എന്തറിഞ്ഞിട്ട് അച്ചായി പറയണേ, നന്ദു ചെയ്തിരിക്കുന്നത് നിസ്സാര കേസൊന്നുമല്ല, ഒരാളെ കൊല്ലോ ചെയ്തേക്കണേ, പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നന്ദു രക്ഷപ്പെട്ടോളും. ഞങ്ങളുടെ എല്ലാവരുടെയും ബലമായ സംശയം നന്ദു പറഞ്ഞതെല്ലാം സത്യമല്ല എന്നാ. നന്ദു എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അതും കൂടി അറിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ടും നന്ദുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. അന്നേരം ശാരിക പറയുന്നുണ്ട്, ശരിക്കും നന്ദേട്ടൻ എന്താ ചേച്ചി മറിക്കണേന്ന് ചോദിക്കുമ്പം അല്ല, നന്ദു ഒറ്റയ്ക്ക് ഋഷിയെ കൊന്നേന്നും കുഴിച്ചിട്ടേന്നൊക്കെയാണ് നന്ദു പറയണേ. അങ്ങനെ നന്ദുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല. എന്തായാലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു പേടി ഉണ്ടാവും. പിന്നീട് എങ്ങനെയാണ് തൂമ്പെടുത്ത് കുഴി വെട്ടി ഒരാളെ കുഴിച്ചിടാൻ പറ്റണേന്ന്. ആ സമയം ശാരിക ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കെവിനെങ്ങാനും ആയിരിക്കുമോ ഈ നന്ദേട്ടനെ സഹായിച്ചതെന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ സംശയമുണ്ട്. കെവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്ങാണ്ട നന്ദു അതെല്ലാം മറച്ചു വെക്കണേന്ന്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, അതെന്തിനാ നന്ദൻ അങ്ങനെ ചെയ്യണേ, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നന്ദൻ്റെ കാര്യത്തിൽ ഇനി മോള് വിഷമിക്കാനൊന്നും നിൽക്കണ്ട. കുറേ കാലമായില്ലേ ഓരോരോ കാര്യത്തിനായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം തന്നെ ആ ഈസബല്ലിയായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടും മോള് വീണ്ടും നന്ദനോട് സ്നേഹം കാണിക്കുന്നത് നന്ദനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ലേ. അങ്ങനെ ഒരു ആത്മാർത്ഥത തിരിച്ച് നന്ദൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി മോള് ഇതോർത്ത് വിഷമിക്കാനൊന്നും നിൽക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് രാധികയും ദേവികനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദേവിക ഫോണെടുത്ത് ഞാനൊന്ന് മുരളിയേട്ടനോട് വരാൻ പറയട്ടെ എന്നും പറഞ്ഞ് മുരളിക്ക് കോൾ ചെയ്യുന്നുണ്ട്. മുരളി ഫോണെടുത്തതും എന്താ ദേവിക എന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ട എനിക്ക് ചന്ദ്രോത്തേക്ക് പോകണം, മുരളിയേട്ടൻ വീട് വരെ ഒന്ന് വരാമെന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ ഇപ്പം തന്നെ വരാൻ ദേവിക എന്നും പറഞ്ഞ് മുരളി ഫോൺ വെച്ചതും ഭാർഗവി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മുരളി ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദേവികയെ വിളിച്ച് എന്തിനാ എവിടെ പോകാനാന്ന് ചോദിക്കുന്ന സമയത്ത് ദേവികയ്ക്ക് ചന്ദ്രോത്ത് വരെ പോകണം, ഇന്നാലോ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞത്, അപ്പോൾ ദേവികയും കൂടെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ലാമേ, അതിനെക്കുറിച്ചൊന്നും ദേവിക പറഞ്ഞില്ല, എന്തായാലും ഞാൻ പോയി ദേവികയെ വിളിച്ചുകൊണ്ടിട്ടെ എന്നും പറഞ്ഞ് മുരളി പോകുന്നുണ്ട്. മുരളിയുടെ ആ പോക്ക് കണ്ടിട്ട് ഭാർഗവി പറയുന്നുണ്ട്, നന്ദമോൻ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു, നന്ദമോൻ ജയിലിൽ പോയാൽ പ്രഭക്കുഞ്ഞ് എങ്ങനെ സഹിക്കും. പിന്നീട് കാണിക്കുന്നത് ഇസബല്ലേനെയും കെവിനെയാണ്. ഇസബല്ല കെവിനോട് പറയുന്നുണ്ട്, നീ നന്ദന് ഫോൺ ചെയ്തോന്ന് ചോദിക്കുമ്പോൾ നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണേന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ചന്ദ്രോത്തുള്ളവർ കരുതി കൂട്ടിയാൽ മുന്നോട്ട് നീങ്ങണം, അതുകൊണ്ട് നന്ദൻ്റെ ഫോൺ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കണം, നമ്മളാരും നന്ദനുമായിട്ട് സംസാരിക്കരുതെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ മുന്നോട്ട് പോകണേ. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അത് ബെല്ല പറഞ്ഞത് നേരെ, എത്ര ദിവസമായി നന്ദനെ ഒന്ന് നമ്മൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ട്, എന്തായാലും ഇത് നമുക്ക് അപകടം ചെയ്യുന്നോ തോന്നണേ, സാറ് പറഞ്ഞതുപോലെ നമുക്ക് ഈ നാട് വിട്ട് പോയാലോ. അന്നേരം ഇസബല്ല പറയുന്നുണ്ട്, വരട്ടെ, ഇന്ന് സ്റ്റേഷനിൽ പോയിട്ട് എന്താ സംഭവിക്കണമെന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിലൊരു തീരുമാനത്തിലെത്താം, എന്തായാലും തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ആ സമയം കെവിൻ പറയുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട് ബെല്ല, കാരണം ഞാനാലോ ഋഷിയെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞത്, ഇനി അതൊന്നും സത്യമല്ല, നമ്മൾ മനഃപൂർവ്വം നന്ദനെ ചതിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദേവികയാണെങ്കിൽ ഇപ്പം MLA നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അവൾ നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, ഇനിയിപ്പോൾ നിനക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാനിതെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാന്ന്. പിന്നീട് കാണിക്കുന്നത് ഗിരീഷിനെയും രജനീനെയാണ്. ഗിരീഷൻ രജനിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചന്ദ്രോത്തേക്ക് പോവാം, ഞാനും വരട്ടെ ഗിരി എന്ന് ചോദിക്കുമ്പം വേണ്ട രജനി, നീ ഇപ്പം എന്തായാലും അങ്ങോട്ട് വരണ്ട, നന്ദനെ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാവരുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് അവരെ നീ പോയി കണ്ടാൽ നിനക്കും വിഷമാവും, അത് നിനക്ക് ഈ സമയത്ത് നല്ലതല്ല. ആ സമയം രജനി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് നന്ദനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാമ്യം കിട്ടുമായിരിക്കും, ജാമ്യം കിട്ടി വന്നതിന് ശേഷം നമുക്കൊരു ദിവസം പോയി നന്ദനെ കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ ഗിരി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്ത് സിദ്ധാർത്ഥനും പ്രഭാവതിയും അതുപോലെ നന്ദനും ഹരിയങ്കളും റെഡിയായിരിക്കുന്നുണ്ട്. എന്നിട്ട് ഹരിയങ്കൾ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയാലോ സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ദേവികയും കൂടി വരട്ടെ, ദേവിക വന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പറയണം. അങ്ങനെ ദേവിക വന്നതും പ്രഭാവതി പറയുന്നുണ്ട്, ദേവിക വന്നു,
ആ സമയത്ത് ഹരിയങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ സിദ്ധു എന്ന് ചോദിക്കുമ്പം പ്രഭാവതി ഹരിയങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹരിയേട്ട ഇത് വേണോ ഹരിയേട്ട, നന്ദനെ നമുക്ക് രക്ഷിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭ ധൈര്യമായിട്ടിരിക്കുക, നന്ദന് ഒരു കുഴപ്പവും വരില്ല, മിക്കവാറും നമുക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടി ഒന്നും വരില്ല, അതിനു മുമ്പ് തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നു. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ഹരിയേട്ടൻ എന്തൊക്കെയാണ് പറയണേ, എനിക്കിതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പം അധികം വൈകാതെ തന്നെ പ്രഭയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, എന്തായാലും നന്ദനെ വിളിക്കുന്നു പറയുന്നു. അങ്ങനെ പ്രഭാവതി നന്ദനെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. റൂമിൽ ചെല്ലുമ്പോൾ നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പ്രഭാവതി വന്നിട്ട്, മോനെ നീ റെഡിയാവ്, ഹരിയങ്ങളും അച്ഛനും ദേവികയൊക്കെ നിന്നെ കാത്തിരിക്കുക എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ സങ്കടത്തോടു കൂടി പ്രഭാവതിയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ല മോനെ, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ഹരിയങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നീ ജയിലിലേക്കൊന്നും പോവില്ല എന്ന് ഹരിയേട്ടനെ ഉറപ്പിച്ച് പറയണേന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ഞാനെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞമ്മേ, ഇനി എനിക്ക് ജയിലിൽ പോണേനൊന്നും ഒരു പ്രശ്നമില്ല, എനിക്ക് ആകെയുള്ള വിഷമം ദേവീനോട് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രം. ദേവിയെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി, ഒരുപാട് അപമാനിച്ചു, അതിനെല്ലാം ദേവിയോട് എനിക്ക് മാപ്പ് പറയണം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതിനൊന്നും മോൾക്ക് നിന്നോട് പരാതിയൊന്നുമില്ല, നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ എന്ന്. അങ്ങനെ പ്രഭാവതി നന്ദനെയും വിളിച്ചുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. താഴെ എത്തിയതും നന്ദനാണെങ്കിൽ നമുക്ക് പോയാലോ അങ്കിളേന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി സീറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് ഗിരീഷ് അങ്ങോട്ട് വരുന്നത്. ഗിരീഷ് ചോദിക്കുന്നുണ്ട്, എല്ലാവരും പോകാൻ ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറ് കണ്ടതും ഇത് ആരായിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കണ സമയത്ത് കാറിൽ നിന്ന് അരുന്ധതി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ദേവിക അതേ അരുന്ധതി മേടെന്ന് പറഞ്ഞതും പ്രഭാവതിക്കും എല്ലാവർക്കും നല്ല പേടിയാവുന്നുണ്ട്. ഇതേസമയം ഹരിയങ്ങളുടെ മുഖത്ത് മാത്രം നല്ലൊരു പുഞ്ചിരിയുണ്ട്. അങ്ങനെ അരുന്ധതി അടുത്തേക്ക് വന്നതും ഹരിയങ്ങൾ അരുന്ധതിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അരുന്ധതി ഈ സമയത്ത് ഇവിടെയെന്ന് ചോദിക്കുമ്പം എല്ലാവരും സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കണം. അന്നേരം ഹരിയങ്ങൾ പറയുന്നുണ്ട്, അതെ ഞങ്ങൾ സ്റ്റേഷനിൽ നന്ദനെ ഹാജരാക്കാൻ പോവാന്ന് പറഞ്ഞതും അരുന്ധതി വിഷമത്തോടുകൂടി പ്രഭാവതിയോട് പറയുന്നുണ്ട്, എല്ലാവരും എന്നോട് പൊറുക്കണം, ഇപ്പം എന്തായാലും നിങ്ങൾ നന്ദനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകണ്ടാന്ന്. ആ സമയം സിദ്ധാർത്ഥനും ഗിരീഷിനും അതുപോലെ ദേവികയും പ്രഭാവതിയും നന്ദനെല്ലാം അത്ഭുതത്തോടുകൂടി അരുന്ധതിയുടെ നേരെ നോക്കുന്നുണ്ട്. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നറിയാം, എന്നാലും ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് മാപ്പ് പറയാം, എൻ്റെ മകൻ ഋഷി മരിച്ചിട്ടില്ല, എല്ലാവരും ചേർന്ന് നന്ദനോടുള്ള പ്രതികാരം തീർത്തതാണ്. അത് കേട്ടതും ഹരിയങ്ങളൊഴികെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.